സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച എന്താ? അന്യമതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട. സാധാരണക്കാർ ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് അതിന്റെ മസല അറിയാമായിരിക്കാം, നമ്മളൊക്കെ സാധാരണക്കാരാ. ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഇല്ലം യഖ്സുദി തശ്ബീഹ ബിഹിം അസ്ലം വറഅസൻ ഫലാ ശൈഅ അലൈഹി. നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളോട് സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ, അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ, അസ്ലം വറഅസൻ എന്നാണ് പറഞ്ഞത്. അടിമുടി എന്ന് തന്നെ പറയാം. അടിമുടി അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിച്ചു, അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രവർത്തനം ചെയ്തു, ഫലാ ശൈഅ അലൈഹി എന്നവർ ഇമാം പറഞ്ഞാൽ, പിന്നെ അതിന്റെ താഴെ തന്നെ ഫതാവൽ കുബ്രയിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർക്കറിയാലോ, നമ്മളൊക്കെ സാധാരണക്കാരാ. പക്ഷെ ഈ കിതാബ് വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് ബോധ്യാവുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് കണ്ടു. ഇത് മനഃപൂർവ്വം എഴുതിയതാണോ, ജഹാലത്ത് അറിയാതെ വന്നുപോയതാണോ, അതല്ല തജാഹുലാണോ എന്നെനിക്കറിയില്ല. ഇതര മതാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനമുള്ള ഭാഗം പറഞ്ഞിട്ടില്ല. അതിൻ്റെ അവസാന ഭാഗം വളരെ വിശദമായി പറയുന്നുണ്ട്. ഇതര മതസ്ഥരോട് ഒരു തരത്തിലും സാദൃശ്യപ്പെടണം എന്നുദ്ദേശിക്കാതെ ആഘോഷങ്ങളിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി പങ്കുകൊള്ളുന്നത് അനുവദനീയമാണ്. ഇങ്ങനെ ഒരു പരാമർശം ഇബ്നു ഹജർ തങ്ങൾ പരാമർശിച്ചിട്ടില്ല. ആ പറഞ്ഞ ഇബാറത്ത് തന്നെ ഫൽ ഹാസിലു അന്നഹു ഇം ഫഅല ദാലിക എന്ന് പറഞ്ഞ ദാലിക്കന്റെ മുസാറിലായി. ആ ചോദ്യത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങളാണ്. എന്താണ്? മഞ്ഞ കുപ്പായ ഇടുക, മറ്റേ നേന്ത്രപ്പഴം, വാഴക്കല്ലേ പഴം, അത് ശർക്കര ചേർത്ത് കഴിക്കുക. ഇതൊക്കെ ചില ആഘോഷങ്ങൾ, നെഹ്റൂസ് പോലുള്ള ആഘോഷങ്ങൾ അവർ ചെയ്യുന്നതാണ്. അത് അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ചോദ്യം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനെപ്പറ്റിയാണ് മറുപടി പറഞ്ഞത്. അത് ആഘോഷം എന്നുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ, ആഘോഷം ആഘോഷം ചെയ്യുകയാണെങ്കിൽ അത് കുഫറാണ്. ആഘോഷം കുഫറിന്റെ ഷിആറിൽ അവരോട് സാമ്യമാകുക എന്നൽക്കാണെങ്കിൽ കുഫർ തന്നെയാണ്. ഓല ആഘോഷം എന്നുള്ളൽക്കാണ് കുഫർ ഉദ്ദേശിക്കണില്ല. എന്നാൽ വന്തോഷാണ് എന്നാ. കാഫിറാവൂല, ലാക്കിന്നഹു യസീമു, ഓൻ കുറ്റക്കാരനാവും. കുറ്റക്കാരനാവുന്ന തോഫിലൊക്കെ പറയുന്നുണ്ട്, ഓനെ അടിക്കണം എന്നറിയുന്നുണ്ട്, തഹസീർ എടുക്കണം എന്നറിയുന്നുണ്ട്, 40 അടി താഴെ അടിയോ ജയിലോ എന്തെങ്കിലും കൊടുക്കണം എന്നറിയുന്നുണ്ട്. അപ്പൊ ആഘോഷിക്കലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്, തെറ്റാണ്. അതൊന്നും അല്ലാതെ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഓന് പഴം വാങ്ങി ചക്കരട്ട് കഴിച്ചു, അല്ലെങ്കിൽ മഞ്ഞക്കുപ്പായം ധരിച്ചു, അതിന് കുഴപ്പമില്ല. കുഫർ എന്നുള്ള വിഷയമില്ല. അങ്ങാടിയിലെ കണ്ടു ഓനും വാങ്ങി ഓനും പെരയുന്ന തിന്നു. കേക്കും അങ്ങനെ തന്നെ ആഘോഷത്തിന്റെ ഭാഗമായി കഴിച്ചിരിക്കുകയാണെങ്കിൽ കുറ്റാണ്. ആഘോഷത്തിന്റെ വാങ്ങൽ അങ്ങാടിയിൽ കേക്ക് കണ്ട് കേക്കും വാങ്ങി പെരയിൽ പോയി തിന്നു. ഓന് കുഫർ എന്താണെന്ന്, ഷിയാർ എന്താണോ, ആഘോഷം എന്താണെന്നും അറിയുന്നില്ല. എന്നാ കുറ്റില്ല എന്നാണ് ആ പറഞ്ഞത്. ഇനി അതിന്റെ ശേഷമുള്ള വരി ഞാൻ വിട്ടുതരാം. അപ്പോഴേ തിരിവുള്ള എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത്. തനിച്ച ഒന്നുമല്ലാതെ നമ്മളെ ഗ്രൂപ്പിൽ ആലിമീങ്ങളെ ഗ്രൂപ്പാണുള്ളത്, അന്തല്ലാതെ ഓരോന്ന് പറഞ്ഞു വിടണേ. വിനചരിത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സുമ്മർ ആയിത്തു ബഅള അയിമത്തിനൽ മുത്തഅഖിരീന ദക്കറ മാ യുവാഫിഖു മാ ദക്കർതുഹു. മുത്തഅഖിരീങ്ങളായ നമ്മുടെ അയിമത്തിൽ നിന്ന് ചിലർ പറയുന്നത് ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്ന ഒന്നിനെ. എന്താ പറഞ്ഞത്? വമിൻ അക്ബഹിൽ ബിദഹി മുആഫഖത്തുൽ മുസ്ലിമീന നസാറ ഫി അയ്യാദിഹിം. നസ്രാണികളോട് അവരുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങൾ യോജിക്കുക, മുവാഫഖത്ത് എന്ന യോജിക്കൽ ഏറ്റവും വലിയ കബീഹായ ബിദ്അത്തിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് ആ യോജിക്കൽ? ആ മുവാഫഖത്തിന്റെ കോല അബി തശബ്ബുഇ ബിഅക്ലിഹിം, അവരുടെ തീറ്റയോട് സാമ്യമാവൽ കൊണ്ട്, വൽ ഹദിയത്തി ലഹും, അവർക്ക് ഹദിയ കൊടുക്കൽ കൊണ്ടും, വ കബൂലി ഹദിയത്തിയും, ഓല ഹദിയ കൊണ്ട് സ്വീകരിക്കൽ കൊണ്ടും, ഫീഹി, ആ ദിവസത്തില്. ഇതാണ് ആ മുവാഫഖത്ത്.
അത് അക്ബഹുൽ ബിദ്അത്താണ് എന്നാ പറഞ്ഞത്. ഇനി ബാക്കി അവസാന പേര് വായിച്ചു നോക്കിയപ്പോൾ തിരിയും എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത്. ഇതിലേ ഇയാള് വൈലം യക്സുദി തശ്ബീഹ ബിഹി മസ്ലം വറസ് എന്നുള്ള ഇബാറത്തിനാണ് കൂട്ടി മാറ്റണേ. അത് എന്താന്ന് വെച്ചാൽ തീരെ അവരോട് സാദൃശ്യത ഇല്ല എന്ന് പറഞ്ഞാല് ഇയാളിപ്പോ എന്തിനാണ് ഇപ്പൊ ഈ ന്യായീകരണം നടത്തുന്നത്? ആ ന്യായീകരണം നടത്തപ്പെടുന്ന ആളുണ്ടല്ലോ, മൂപ്പര് ചെയ്തതിനൊന്നും ഇപ്പോ ന്യായീകരിക്കാൻ ഇപ്പൊ ഇത് മതിയാവൂല, ഈ ഭാരത്തിന്റെ പൊട്ട് മതിയാവൂല. കാരണം അതിന് ശേഷം വരുന്നത് അവരുടെ ഹദിയ സ്വീകരിക്കുക, അവർക്ക് സമ്മാനം കൊടുക്കുക, അതൊക്കെ അക്ബഹുൽ ബിദ്അത്താണ് എന്ന് പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട ബിദ്അത്തുകളിൽ പെട്ടതാണ് അവർക്ക് പോയിട്ട് സമ്മാനം കൊടുക്കുക, അവരുടെ സമ്മാനം സ്വീകരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരിക്കലും അവരോട് തശ്ബീഹ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ലം ഫറേസം പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പരിപാടി അവിടെ പിന്നെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ ഓലപ്പം കൂടിയിട്ട് കേക്ക് മുറിച്ചാൽ അസ്ലം ഫറേസം തശ്ബീഹ് ഉണ്ടാവുമോ ഇല്ലേ? അങ്ങനെ ശരിക്ക് അതവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോ ക്രിസ്മസ് ആണ്, ഓനക്ക് ആ ക്രിസ്മസ് ആണെന്നുള്ള ബോധമില്ല, അന്ന് അറിവില്ല, ഓനൊരു കേക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അന്ന് ക്രിസ്മസ് ആണ്, ഇത്തിഫാക്കിയായിട്ട് സംഭവിച്ചു. എന്നാ കേക്ക് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതാണ് ആ പറഞ്ഞത്. അല്ലാതെ ഓല് നടത്തുന്ന പരിപാടിയിൽ അവിടെ കയറി ചെന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം പണ്ഡിതന്മാർ വിശദീകരിച്ച്. പിന്നെ ന്യായീകരിച്ചപ്പോൾ ചെയ്യണതിനൊക്കെ ന്യായീകരിക്കേണ്ടി വരുമല്ലോ ഇനി.